ചതയം നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികൾക്ക് ശനിയുടെയും കേതുവിൻ്റെയും സൂര്യൻ്റെയും ദശാകാലങ്ങൾ പൊതുവെ ദോഷപ്രദമായിട്ടുള്ള ഒരു സാഹചര്യം ആയതുകൊണ്ട് തന്നെ ഈ സമയ കാലഘട്ടത്തിൽ വിധിപ്രകാരമുള്ളതായിരിക്കുന്ന പരിഹാര കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നത് നല്ലതാണ്. ശനിയുടെ രാശിയുടെ അധിപനായിരിക്കുന്ന ശനിയെ പ്രീതിപ്പെടുത്തുന്നതായിരിക്കുന്ന കർമ്മങ്ങളും അനുഷ്ഠിക്കാം. ശനിയാഴ്ച വ്രതം, ശാസ്താഭജനം എന്നിവ ഇവർക്ക് വളരെയധികം ഗുണം ചെയ്യും. ചതയം, തിരുവാതിര, ചോതി എന്നീ ജന്മാനുജന്മ നക്ഷത്രങ്ങൾ ക്ഷേത്ര ദർശനത്തിനും മറ്റും ഉത്തമമാണ്. ശനിയാഴ്ചയും ചതയം നക്ഷത്രവും ചേർന്ന് വരുന്നതായിരിക്കുന്ന ദിവസങ്ങളിൽ സവിശേഷ പ്രാധാന്യത്തോടുകൂടി വ്രതജപാദികൾ നടത്താവുന്നതാണ്. നക്ഷത്രത്തിൻ്റെ അധിപനായിരിക്കുന്ന രാഹുവിനെ പ്രീതിപ്പെടുത്തുന്ന കർമ്മങ്ങളും ചതയം നക്ഷത്രത്തിൽ ജനിക്കുന്ന വ്യക്തികൾ അനുഷ്ഠിക്കാവുന്നതാണ്. സർപ്പപ്രീതിക്കായുള്ള കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നതും വളരെയധികം ഗുണം ചെയ്യും. സർപ്പക്കാവില് കടമ്പുമരമാണ് ചതയം നക്ഷത്രത്തിൻ്റെ ജന്മവൃക്ഷം. അത് നട്ടു വളർത്തുന്നത് ഗുണകരമാണ്. ഇവരുടെ ജന്മവൃക്ഷം കടമ്പാണ് എന്ന് പറഞ്ഞല്ലോ. ഇത് റൂബിയേസി സസ്യകുടുംബത്തിലെ ഒരു വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇല പൊഴിയും മരമാണ് കടമ്പ്. ജലാശയങ്ങളുടെ തീരത്തും അതുപോലെ തന്നെ നിത്യഹരിത വനങ്ങളിലുമാണ് ഇതിനെ നമുക്ക് കാണാൻ കഴിയുക. ആറ്റിൻകരയിലും ഇവ സമൃദ്ധമായിട്ട് തന്നെ വളരാറുണ്ട്. ഇതിനെ അതുകൊണ്ട് തന്നെ ആറ്റ് തേക്ക് എന്നും നമ്മൾ വിളിക്കാറുണ്ട്. ഇതിൻ്റെ പട്ട, പൂവ്, കായ ഇതെല്ലാം തന്നെ ഔഷധ ഗുണം ഉള്ളതാണ്. വേരിൻ്റെ തൊലി കൊണ്ടുള്ളതായിരിക്കുന്ന കഷായം മൂത്രക്കല്ല് നീക്കം ചെയ്യാൻ വളരെയധികം സഹായിക്കുമെന്നാണ് പറയുക. ചതയം നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികൾ തങ്ങളുടെ നക്ഷത്രവൃക്ഷമായ കടമ്പ് മരത്തിനെ മുറിക്കാൻ പറ്റുകയേയില്ല. കഴിയുമെങ്കിൽ അതിനെ നട്ടു വളർത്തി സംരക്ഷിക്കുന്നത് ആയുസ്സിന് ഗുണകരവുമാണ്.